ആര്യ ചേച്ചി, ഓ നമ്മുടെ ഡിബേറ്റ് റൗണ്ട് വന്നിരിക്കുകയാണ്. വിളിക്കൂ. ഈ ഡിബേറ്റ് റൗണ്ടിൽ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു കോംബോ ആണ് വരാൻ പോകുന്നത്. പ്രതീക്ഷിക്കുന്ന കോംബോ. അതെ, നമ്മൾ ആഗ്രഹിക്കുന്ന അതുപോലുള്ള ഒരു കോംബോ. ആരാണെന്ന് പറയട്ടെ? നമ്മുടെ ശിവകാമിക്കുട്ടിയും സാരംഗൂട്ടനും എത്താണ്. ലെറ്റ്സ് വെൽക്കം സാരംഗ് ആൻഡ് ശിവകാമി ഓൺ സ്റ്റേജ്. പ്രാക്ടീസ് ചെയ്യാ. ഒരു പ്രാവശ്യം നോക്കിയാലോ? വണ്ടേ വാ. നീ എന്തായി കാണിക്കണേ? ഇത് കുതിര. ഇതാണോ കുതിര? ഇപ്പൊ ഇതൊക്കെ പറ്റുള്ളൂ. എനിക്ക് വണ്ടായിട്ട് വരുവാനാവാ. ഓ വരാം. നീ എന്നായി ചെയ്യുന്നേ? ഇതെന്നായത്? എന്താടാ എന്തിനാണ് കളിയാക്കുന്നേ? ഇല്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. ഓക്കെ ഓക്കെ. ദേ ചുമ്മാ തന്നെ കളിയാക്കണ്ടല്ലോ. ഇല്ല, ഞാൻ കളിയാക്കുന്നില്ല. നല്ല വണ്ടായിരുന്നു. നിന്റെ കുതിരയും പോരാ, എന്റെ വണ്ടും പോരാ. നമുക്ക് ഡാൻസ് കളിക്കണ്ട, പാട്ട് പാടാം. ഓക്കെ. എനിക്കിത് പ്രോസസ് ചെയ്യാൻ തന്നെ കുറച്ച് സമയം എടുത്തു. ഇവര് ഭയങ്കര പിണക്കാൻ തോന്നുന്നു. സാധാരണ ഡ്യുവറ്റ് റൗണ്ട് എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൈയൊക്കെ പിടിച്ചു വരും. എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല, ഓടി വന്നു. പാവം ദുഷ്യം തന്നെ. അതിനെ പറ്റി ചേട്ടനെ കൂട്ടാതെ വന്നേ. പുറത്തില്ലല്ലേ ഇങ്ങനെ ഒരാളുള്ള കാര്യം. ഓർത്തതല്ല, പെട്ടെന്ന് ഓടി വരാൻ തോന്നി. പെട്ടെന്ന് ഓടി വരാൻ തോന്നി. ദുഷ്യന്തൻ കുർത്തയൊക്കെ ഇട്ട് പുതിയ ഒരു ഭാവത്തിലാണ്. നല്ല രസമുണ്ട് കേട്ടോ കോസ്റ്റ്യൂം. താങ്ക് യു രണ്ടുപേർക്കും. താങ്ക് യു. ശിവകാമിക്കുട്ടി, എത്ര നേരം എടുത്ത് ഈ കോസ്റ്റ്യൂം റെഡിയാക്കാൻ? എത്ര നേരം എടുത്തെന്ന് അറിഞ്ഞൂടെ? പക്ഷെ നന്നായി ചേരുന്നുണ്ട് അല്ലേ? അവക്ക് നല്ല രസം. രണ്ടുപേരുടെയും വരവ് കണ്ടറിയാ. പാടാൻ വേണ്ടി മുട്ടി മുട്ടിയിട്ടാണ് ഈ മുട്ടി വരണ പാട്ട് ഏതാ? മാലിനിയുടെ തീരങ്ങൾ. ആഹാ, കിട്ടില്ല പാട്ടാട്ടോ. ഡാൻസ് ഉണ്ടോ? ഡാൻസ് ഉണ്ടോ? പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് ഒരു സംശയം തന്നെ. അത് ഇവക്ക് ചെറിയൊരു മടിയുണ്ട്. അപ്പൊ ഞാൻ പറയും നമുക്ക് ഒരുമിച്ച് ഡാൻസ് ഒക്കെ കളിക്കാൻ. പക്ഷെങ്കിൽ ഇവള് അതില് സമ്മതിക്കൂല. സാരംഗനും ചെറിയൊരു മടിയില്ലേ? എനക്കുണ്ട്. രണ്ടുപേർക്കുണ്ട്. മടിയുള്ള രണ്ടുപേരാണ് ഒന്നിച്ച് ഡാൻസ് ചെയ്യുമ്പോൾ. അല്ല, എന്നിട്ട് ഇപ്പൊ കളിക്കുന്നുണ്ടാ? ഇല്ല, നോക്കട്ടെ. അയ്യോ, അങ്ങനെ പറയുന്നത് കളിക്കണേ. എന്താ ഓക്കെ ഓക്കെ. ഇതിപ്പോ നമ്മള് മാത്രല്ലേ ഉള്ളൂ. അതെ, പോരട്ടെ. ഡീറ്റെയിൽസ്. സിനിമ ഗാന്ധർവം. വർഷം 1993. സംഗീതം SP വെങ്കടേഷ് സാറ്. ലിറിക്സ് കൈതപ്രം സാർ. പാടിയത് MG ശ്രീകുമാർ സാറും സുജാതമ്മയും. തകർക്കണം. ഓക്കെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്കും. താങ്ക് യു. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ. ആരോടും പറയരുതേ
സാരംഗ് രാജീവൻ ആൻഡ് ശിവകാമിക്കുട്ടി എന്തോ സാർ. നന്നായി പാടിട്ടാ മക്കളെ. താങ്ക് യു. സാരംഗിനെ എനിക്ക് തോന്നുന്നൊരു സംഗതി രാമൻ. ഇയൊരു സംഗതി രാമൻ. താങ്ക് യു സാർ. ഒരു പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് അടിക്കട്ടെ. അസാധ്യ ടാലന്റാ മോനെ. എന്റെ വക ഒരു ഗിഫ്റ്റ് തരണ്ട ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ മോനെ. അതെ സാർ. ആൻഡ് ശിവകാമി നമ്മ ഫേവറേറ്റ്. ശിവകാമിക്ക് ഈ പാട്ടിന്റെ റേഞ്ച് പെർഫെക്റ്റ് ആയിരുന്നോ? കുറച്ചുകൂടി മേലെ പാടിയിരുന്നു വെച്ചാൽ നന്നായിരുന്നോ? കുറച്ച് ലോ ആയി പോയോ പാട്ട്? ചേട്ടാ രണ്ടുപേർക്കും ഇത് കുറച്ച് ലോ ആണ്. പക്ഷെ മേളിലുള്ള പോർഷൻസ് വരുമ്പോൾ ശ്രുതി കൂട്ടി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. പക്ഷെ അവനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഐ ഫൗണ്ട് ഷീ വാസ് സ്ട്രഗ്ലിംഗ്. മോളും ഉള്ളത് വെച്ച് ഭംഗിയായിട്ട് പാടി. പക്ഷെ ഒരു പെർഫെക്ഷൻ കുറച്ച് സാധാരണ മോള് പാടുമ്പോഴത്തെ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ, അത് ഇതില് അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നി എനിക്ക്. അപ്പം ഇനി സോളോസ് ഒക്കെ പാടുന്ന സമയത്ത് പെർഫെക്റ്റ് ശ്രുതി സെലക്ട് ചെയ്ത് പാടിയാൽ നന്നായിരിക്കും. ഒരു റിക്വസ്റ്റ് ഉണ്ട് എനിക്ക് മോളോട്. എനിക്കൊരു ഫേവറേറ്റ് പാട്ടുണ്ട്, സുശീലാമ്മ പാടിയ പാട്ട്. അത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു റൗണ്ടിൽ ഒന്ന് പാടിത്തരണം. കാറ്റിൽ ഇളം കാറ്റിൽ. പ്രോമിസ്? അപ്പൊ മോൾക്ക് ഒരു ഗിഫ്റ്റ്. ദുഷ്യന്തോ എന്തോ സാർ. കലക്കി. താങ്ക് യു സാർ. അവസാനത്തെ സംഗതി കാസറി. താങ്ക് യു സാർ. എന്തായിരുന്നു അത് ലാസ്റ്റ് പല്ലവിയിലുള്ള? തോഴികൾ അറിയും മുൻപേ റെഡി ആയില്ലേ? സൂപ്പറാണ്. താങ്ക് യു സാർ. അടുത്ത ലൈൻ. മാമുനി ഉണരും മുൻപേ ഹൃദയത്തിൻ തന്തികളിൽ ശാകുന്തളം ഉണരുമ്പോൾ ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. ഇത്രയും ബ്രത്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അവിടെ. അപ്പൊ ആരോടും കഴിഞ്ഞിട്ട് ബ്രത്ത് എടുത്താണ് അവർ രക്ഷപ്പെടണം. കറക്റ്റ് അല്ലേ? അതും കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കും. ശിവകാമിക്കുട്ടിയാണെങ്കിൽ ദുഷ്യന്തോ എന്തെങ്കിലും പാട്, ഞാൻ പാടാനുള്ളത് ഞാൻ പാടും. അങ്ങനെയാണ് നമ്മുടെ ശിവകാമിക്കുട്ടി പാടുന്നത്. അതെന്താ കാരണം? കാരണം ഇന്ന് അത്ര സുഖമല്ല നമ്മുടെ ശിവകാമിക്കുട്ടിക്ക്. സാരമില്ല കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ വന്നു പോകും. ഇടയ്ക്ക് മഴ വരൂലേ? എപ്പോഴും മഴയാണോ? ചിലപ്പോഴാണ് മഴ. അതുപോലെ എപ്പോഴും വെയിലാണ്? ചിലപ്പോഴാണ്. അതുപോലെയാണ് ഈ അസുഖങ്ങൾ എന്ന് പറയുന്നത്. സുഖങ്ങളും അതുപോലെ തന്നെ. ഇടയ്ക്കിടയ്ക്ക് സുഖം അസുഖം ഇതൊക്കെ അതിൻ്റെ കൂടെയാണ്. നമുക്കത് റെഡിയാക്കാം. നമ്മളെല്ലാം ഇരിക്കണം, നമ്മളെല്ലാവരും ഒന്നിച്ചല്ലേ. അപ്പൊ അത് സാരമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പൊ ഏതാണ് പിച്ച്? ഒന്നാണ്. 2 ഇടും. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനി നീർക്കാറ്റേ, ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനി നീർക്കാറ്റേ. വെരി ഗുഡ്. ഇതാണ് എന്റെ സീക്രട്ട്. സാരംകൂട്ടന് മേളില് പാടാനായിട്ട് സിയിലാണെങ്കിലാണെങ്കിൽ ഓക്കെ, പക്ഷെ മോക്ക് താഴെ പാടാനായിട്ട് ഡിയിലാണെങ്കിൽ ഓക്കെ. അപ്പൊ ഈ സിയും ഡിയും തമ്മിലുള്ള യുദ്ധമാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഫൈനലി ആര് ജയിച്ചു? രണ്ടുപേരും ജയിച്ചു. അപ്പൊ ഇതില് മേളില് പാടാൻ പറ്റുമോ? തോഴികൾ അറിയും മുൻപേ മാമുനി ഉണരും മുൻപേ ഹൃദയത്തിൻ തന്തികളിൽ ശാകുന്തളം ഉണരുമ്പോൾ ആരോടും. സോറി കേട്ടോ, ബുദ്ധിമുട്ടിച്ച് പാടിപ്പിക്കുന്ന കേട്ടോ. അങ്കിള് ജസ്റ്റ് അറിയാൻ വേണ്ടിട്ടാ, നിന്റെ റേഞ്ച് ഏതുവരെയാണെന്ന് അറിയാൻ വേണ്ടിട്ടാ കേട്ടോ ചോദിച്ചത്. പാടി അതാണ് ഇത് ഞാൻ ചെയ്യുന്നുള്ള ഒരു ദൃഢമായിട്ടുള്ള മിടുക്കരാണ് രണ്ടുപേരും കലക്കിയടാ. പക്ഷെ എനിക്ക് തോന്നുന്നു അതാണ് ഡ്യുവറ്റ് റൗണ്ട്. രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും എന്താണ് കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യാനും അത് ബുദ്ധിപൂർവ്വം ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും കൂടെ പഠിക്കുകയാണ് ആക്ച്വലി ഡ്യുവറ്റ് റൗണ്ടിൽ നമ്മൾ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഒരു സോങ് ഒറ്റയ്ക്ക് പാടുമ്പോൾ ഭയങ്കര സുഖമായിട്ട് തോന്നും. പക്ഷെ അതേസമയം സ്റ്റേജിൽ വേറൊരാൾ കൂടെ ഉണ്ടാവുമ്പോഴത്തേക്കും അതേ പാട്ട് തന്നെ നമുക്ക് അതേ കംഫർട്ടിൽ പാടാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അതും പാർട്ട് ഓഫ് സിംഗിങ് ലൈഫ് അല്ലെ, പാർട്ട് ഓഫ് ലെസൺസ് ആണ്. അതാണ് ഈ ഡ്യുവറ്റ് റൗണ്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഭയങ്കര നീറ്റായിട്ട് ചെയ്തു. നല്ല കമ്പാനിയൻഷിപ്പ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. ദുഷ്യന്തൻ റെഡി ആയിരുന്നു ഡാൻസ് ചെയ്യാൻ.
ദുഷ്യന്തൻ ഒരു സ്റ്റെപ്പൊക്കെ എടുത്തു നോക്കി, പിന്നെ വേണ്ടെന്ന് വെച്ചു. അതെന്താ ദുഷ്യന്താ പറ്റിയത്? ഒന്നുമില്ല, വെറുതെ ശകുന്തള പിന്നെ ഭയങ്കര നാണായിട്ട് ഡാൻസ് ചെയ്തില്ല. ഞാൻ അങ്ങനെ ഡാൻസ് ചെയ്യുന്നൊന്നും ആളൊന്നുമില്ല. പക്ഷെ നമുക്ക് ചെയ്യണം കേട്ടോ അതെ. ഇവിടെ. ആ. പക്ഷെ അടുത്ത റൗണ്ടിലൊക്കെ വരുന്ന സമയത്ത് ഡാൻസ് ചെയ്യിപ്പിക്കും നമ്മള്. ഞങ്ങൾ പാട്ട് കഴിഞ്ഞിട്ടേ വേറെ എന്തോ ഉള്ളൂന്നാണ് സാരംഗും ശിവകാമി കുട്ടിയുടെയും ഒപ്പീനിയൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നിങ്ങൾ കലക്കയാണ് കേട്ടോ, അടിപൊളിയാണ്. താങ്ക് യു. ഇതുപോലെ അങ്ങ് പോയാൽ മതി. ഓക്കെ, ഓക്കെ, അമേസിങ്. താങ്ക് യു. സാരംകുട്ടനും ശിവകാമിക്കും it is going to be 97 on 100 today. താങ്ക് യു സർ. അപ്പൊ ദുഷ്യന്തനും ശകുന്തളയൊക്കെ പോയി സുഖമായിട്ടിരിക്കൂ. ബൈ ബൈ, സീ യു. പിന്നെ പോകുന്നതിന് മുമ്പിട്ട് നമ്മുടെ ശിവകാമിക്ക് ഒരു കൊറിയർ ഉണ്ടായിരുന്നു, അത് മീനു ചേച്ചി കൊടുത്തില്ലേ? ഇല്ലല്ലോ. കൊറിയറോ? അതെ, കൊറിയർ ഉണ്ടായിരുന്നു. എന്റെ അങ്കിളിന് അറിയോ? കൊറിയർ കിട്ടിയോ? ഉണ്ട്, കിട്ടിയോ? കിട്ടി. അപ്പൊ മിണ്ടാണ്ടിരിക്കുകയാണ്. അതെ. ഇവിടെ എത്തി കൊറിയർ. അതിങ്ങ് പോരട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ കരുതിയിരിക്കുകയായിരുന്നു. അപ്പോഴ കിട്ടി. കൊണ്ടുവരട്ടെ, കൊറിയർ കൊണ്ടുവരട്ടെ. ഓ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കൊറിയറിന് വേണ്ടി. സാറ് കൊറിയർ കൊടുക്കൂ, ഞാൻ അങ്ങോട്ട് കട്ടെ. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ, താങ്ക് യു. ഇതെവിടെ പോവാ? കൊറിയർ വേണ്ടേ? അവള് കൂടെ പോകുന്നടാ. അയ്യോ, ഈ കൊറിയർ നമ്മളെല്ലാരെയും ഒരുപാട് ഹാപ്പി ആക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇവിടെ നിന്ന് ഒരുമിച്ച് നമ്മളെല്ലാരും കൂടെ നിന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശിവകാമി കുട്ടിക്ക് ഒരു ഫോണില്ല പാട്ട് പഠിക്കാനായിട്ട്. അച്ഛയുടെ അമ്മയുടെയും ഫോണിലാണ് പഠിക്കുന്നത്. ഒറ്റ ഫോണേ ഉള്ളൂ അവരുടെ അടുത്ത്. അപ്പം അതിലാണ് കുഞ്ഞു പാട്ട് പഠിക്കുന്നത്. ചേട്ടനും ചേച്ചിയും കാര്യങ്ങളൊക്കെ നോക്കുന്നതും അതിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശിവകാമി കുട്ടിക്ക് പാട്ട് പഠിക്കാൻ മാത്രമായിട്ട് ഒരു ഫോൺ ടോപ്പ് സിംഗറിന്റെ വക നമ്മൾ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ മൈജി നൽകുന്ന ഒരു റെഡ്മി 15 5G ഫോണാണ് കേട്ടോ ഇപ്പൊ കൊടുക്കാൻ പോകുന്നത്. സന്തോഷമായോ? കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കായിരുന്നു അച്ഛൻ പറഞ്ഞത് അങ്ങനെ ഒരു ഫോണില്ല എന്നുള്ളത്. അങ്ങനെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ നമ്മുടെ ഈ കുഞ്ഞിന് ഈ ഫോൺ കൊടുക്കുന്നു എന്നുള്ളത് വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെന്റ്സ് ഇൻ ടോപ്പ് സിംഗറാണ്. ഇത് വെച്ചിട്ട് പാട്ട് കേട്ട് അസലായിട്ട് പഠിച്ച് ഇനിയും ഇഷ്ടം പോലെ 100 കിട്ടട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഈ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പം ഹാപ്പി ആയില്ലേ ശിവകാമി കുട്ടി? ഓക്കെ, എന്നിട്ട് ആ ടൈം ഞങ്ങളുടെ കൈ പിടിച്ച് പൊക്കോ.